ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 14-ാം വാക്യം. ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാവും. വേലക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഈശോ ഇന്ന് നമ്മോട് പറയാം. ഒരുപക്ഷെ നമ്മളൊക്കെ കുറ്റം പറയുമായിരിക്കും, ആ വേലക്കാർ ചെയ്തത് എന്താണ് എന്ന്. സ്നേഹമുള്ളവരെ, ഈ വേലക്കാരുടെ അതേ മനോഭാവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പലതും നേടിയെടുക്കാനായിട്ട്, എല്ലാവരെയും വേദനിപ്പിക്കാനായിട്ട് നമുക്കിഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ സ്ഥാനമാനങ്ങളായിരിക്കാം, സമ്പാദ്യങ്ങളായിരിക്കാം, നല്ല ജോലിയായിരിക്കാം. ഇവയൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരെയും നമ്മൾ വേദനിപ്പിച്ചിട്ടില്ലേ? പലരെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എത്രയോ പ്രാവശ്യം നമ്മൾ കൊന്നു കളഞ്ഞിട്ടില്ലേ? എന്തിനു വേണ്ടിയാ? എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി. സ്നേഹമുള്ളവരെ, ഈ വേലക്കാരുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആരാ? നമ്മൾ ഒരിക്കലും ഒന്നിൻ്റെയും അവകാശികളല്ല കേട്ടോ. വെറും കൈയോടെ ഈ ഭൂമിയിലേക്ക് വന്ന് വെറും കൈയോടെ പോകണ്ട. ഈ ഭൂമിയിലുള്ളതൊക്കെയും എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കാവൽക്കാരനായിട്ടാ, വേലക്കാരനായിട്ട്. പക്ഷേ പലപ്പോഴും കാവൽക്കാരനായ നമ്മളൊക്കെ ഇതിൻ്റെ അവകാശം നേടിയെടുക്കാനായിട്ട് പലരെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വെറും പാഴായിപ്പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് ആത്മശോധന ചെയ്യാനായിട്ട് എൻ്റെ ഈശോ പറയുക, നീ ഈ ഭൂമിയിൽ എപ്രകാരമാണ് ജീവിക്കുന്നത്? എല്ലാം നിന്റെ സ്വന്തമാണ് എന്നുള്ള മനോഭാവത്തിൽ അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? അങ്ങനെയാണെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ നീ പോകുന്ന വഴി എന്ന് പറയുന്നത് പാപത്തിൻ്റെ വഴിയാണ് എന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, ഞാൻ വെറും കൂലിക്കാരനാണ്, വേലക്കാരനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലെല്ലാം സമർപ്പിക്കാനായിട്ട് പറ്റും. പിന്നീട് ഒരിക്കലും ഞാൻ ആരെയും വേദനിപ്പിക്കത്തില്ല. എൻ്റെ വാക്ക് മൂലം, എൻ്റെ പ്രവൃത്തി മൂലം ആരും വേദനിക്കാനായിട്ട് ഇടയാവത്തില്ല. സമ്പാദ്യത്തിൻ്റെയും സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ തിരിച്ചറിയണം, ഞാൻ എത്രയോ പേരെ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വാക്ക് മൂലം, എൻ്റെ പ്രവൃത്തി മൂലം എത്രയോ പേരെ ഞാൻ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് പറ്റണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മൾ ഈ ലോകത്തിൻ്റെ അവകാശികളല്ല, മറിച്ച് നമ്മൾ വെറും കൂലിക്കാരാണ്, വേലക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് ഇവയൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട്, ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ ഹിതം നിർവഹിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.